പ്രിയമുള്ളവരെ, 3 സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് പുറത്തു വന്ന ദിവസമാണിന്ന്. 3 സ്ഥലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂവെങ്കിലും അവിടുത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്ത്യയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഗതിസൂചനയായി ഇന്ന് രാഷ്ട്രീയ നിരൂപകരൊക്കെ വിലയിരുത്തുന്നുണ്ട്. 3 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാറിലെ സംഗിപ്പൂർ ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ കഴിഞ്ഞ 5 പ്രാവശ്യമായി മത്സരിച്ച് വിജയിച്ചു വന്നത് നദിൻ നബീൻ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് എന്നതാണ് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാക്കുന്നത്. അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിൽ മത്സരഫലം പുറത്തു വരുമ്പോൾ BJP സ്ഥാനാർത്ഥി 20,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു എന്നതാണ് വസ്തുത. അതായത് കഴിഞ്ഞ 5 പ്രാവശ്യമായി BJPയുടെ ഏറ്റവും പരമോന്നതനായ നേതാവ് നിതിൻ നബീൻ വിജയിച്ചു വന്ന മണ്ഡലത്തിൽ, ബീഹാറിലെ BJPയുടെ കുത്തക മണ്ഡലത്തിൽ BJP 20,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. ഈ ബങ്കിപ്പൂർ നേരത്തെ പാറ്റ്ന നോർത്ത് എന്ന് പറയുന്ന മണ്ഡലമായിരുന്നു. അപ്പോഴും BJP വിജയിച്ചു വരുന്നത്, അതായത് കഴിഞ്ഞ 10-40 വർഷമായിട്ട് BJP നിരന്തരം വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം BJPക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് ബീഹാറിലെ രാഷ്ട്രീയ സൂചനയായി മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൻസ്വരാജ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലായിരുന്നു. ആ ജൻസ്വരാജ് പാർട്ടിയാണ് ഇപ്പോൾ 64,151 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ആകെ 28 നിയോജക മണ്ഡലങ്ങളിലാണ് ജൻസ്വരാജ് പാർട്ടി ബീഹാറിൽ മത്സരിച്ചത്. അതിൽ 26 സ്ഥലത്തും കെട്ടിവെച്ച കാശ് പോയി. ആ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ ബങ്കിപ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. RJDയെ സംബന്ധിച്ച് RJDക്കും വലിയ നഷ്ടമാണ്. തേജസ്വി യാദവിൻ്റെ പാർട്ടിക്കും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 46,303 വോട്ടുകൾ നേടിയ RJD ഇപ്പോൾ 14,273 വോട്ടുകളായി ചുരുങ്ങിയിട്ടുണ്ട്. അവർക്ക് ഏകദേശം 32,000 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ BJPയുടെ കുറവ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നിന്നും 54,000 വോട്ടുകൾ ഇപ്പോൾ ബങ്കിപ്പൂർ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ BJPക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇത് രാജ്യവ്യാപകമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ, രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ സൂചനയായ മാധ്യമങ്ങൾ വിലയിരുത്തിയാണ്. ബീഹാറിലെ BJPയുടെ ഏറ്റവും അടിത്തറയുള്ള നിയമസഭാ നിയോജകമണ്ഡലം BJPക്ക് നഷ്ടമാകുന്നു. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നദിൻ നബീൻ മത്സരിച്ചു വിജയിച്ച മണ്ഡലത്തിൽ BJP പരാജയപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുതയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു മണ്ഡലം ദാദി അസംബ്ലി മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് നിലനിർത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം 7,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലം ഇപ്പോൾ 6,000-ലധികം വോട്ടുകൾക്ക് ആ മണ്ഡലം കോൺഗ്രസ് നിലനിർത്തുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. അവിടെ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. BJP പ്രതീക്ഷ വെച്ചു പുലർത്തി. BJP വളരെ കൃത്യമായി തന്നെ, വളരെ കണ്ണിങ്ങോടുകൂടി തന്നെ, ആസൂത്രിതമായി തന്നെ അവിടെ പ്രചരണം നടത്തിയെങ്കിലും അവിടെ BJPക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുന്നില്ല എന്ന ഒരു വസ്തുതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ മണ്ഡലം ബീഹാറിലെ മംഗൽപൂർ ആണ്. അവിടെ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 17.85% വോട്ടുകൾ വർദ്ധിപ്പിച്ചു. BJPക്ക് 8.60% വോട്ട് കുറഞ്ഞു. നമുക്കറിയാം, ഗുജറാത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം. BJPയുടെ ഏറ്റവും അടിത്തറയുള്ള സംസ്ഥാനം, സംഘ് പരിവാറിൻ്റെ ഹൃദയഭൂമി, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും സ്വദേശം. അവിടെ ആണ് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 1,754 വോട്ടുകൾക്കാണ് അവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. ആ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഭൂരിപക്ഷം 30,630 വോട്ടായി കുറയുന്നു. ഒരു നിയമസഭാ നിയോജകമണ്ഡലത്തിൽ 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിൽ ആ വിജയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള സ്വാധീനം നമുക്ക് വ്യക്തമാണ്. അവിടെ ഇപ്പോൾ ഭൂരിപക്ഷം 70,000-ൽ പരം കുറയുന്നു. 30,630 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം BJP ആ മണ്ഡലത്തിൽ വിജയിക്കുന്നു. അതായത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഗതിസൂചന നൽകുന്നു ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഫലം പുറത്തു വരുമ്പോൾ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.